ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ട്രെയിനിൽ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എവിടേക്കോ പോകാനുള്ള തയ്യാറെടുപ്പിലാണെന്ന്. അതെ, ഇന്ന് ഞാൻ പോകുന്ന ഒരു മേക്ക് ഓവർ ചെയ്യാനാണ് കേട്ടോ. എൻ്റെ ഹെയറിന് ഒരു ചെറിയ മേക്ക് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ഹെയറിൻ്റെ ഒരു കണ്ടീഷൻ ഭയങ്കര ഫ്രിസി ആയിട്ട് ആ ഒരു മാരേജിൻ്റെ ടൈമിലൊക്കെ ഹെയറിൽ ഹീറ്റിങ്ങും അതും ഇതൊക്കെ ഒരുപാട് ചെയ്തിട്ട് ഹെയർ ഭയങ്കര മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഫ്രിസി ആയിട്ട് ഭയങ്കര ബ്രേക്കേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഓൾറെഡി ഹെയർ ഡാമേജ് ആയിരിക്കുകയാണ്. അപ്പോൾ ചെറിയൊരു മേക്ക് ഓവർ കൊടുക്കാമെന്ന് ഓർത്തിട്ട് അങ്ങനെ പോവാണ്. അപ്പോൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നുള്ളതൊക്കെ ഞാൻ വഴിയേ പറയാം. അപ്പോൾ അത് ട്രെയിനൊക്കെ എടുത്തു. നമ്മൾ നേരെ സെൻട്രൽ ചെന്നിട്ട് അവിടുന്ന് പിന്നെ ഓട്ടോ പിടിച്ചിട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഫൈനലി സെൻട്രൽ എത്തി. പിന്നെ അതേ അങ്ങനെ ഓട്ടോ പിടിച്ചു നമ്മൾ പോവാണ്. ഓൾമോസ്റ്റ് ഒരു 1 അവർ ട്രാവലിന് ശേഷം എൻ്റെ ഫേസ് നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടുത്തെ ചൂടിന്റെ കാഠിന്യം മനസ്സിലാവും. ഭയങ്കര സ്വെറ്റി ഓയിലി ഒക്കെ ആയിട്ട് വല്ലാത്തൊരു അവസ്ഥയിലായി കേട്ടോ എൻ്റെ ഫേസ്. സഹിക്കാൻ പറ്റാത്ത ചൂടാണ് കേട്ടോ ഇവിടെ, ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ അടുത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ നമ്മൾ. അപ്പോൾ അതേ ഇവിടെയാണ് ഞാൻ എൻ്റെ ഹെയർ മേക്ക് ഓവർ ചെയ്യാൻ വന്നിരിക്കുന്നത്. വേവ് സലൂൺ ആൻഡ് അക്കാഡമി അവരുടെ അൽവാർപേട്ടുള്ള ബ്രാഞ്ചിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വേവ് അക്കാഡമിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ മോഡലായിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതേ ഞാൻ എത്തി, മുകളിൽ എത്തിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഞാൻ കുറച്ച് ലേറ്റായി, അതുകൊണ്ട് തന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. വേറൊരു മോഡൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കെല്ലാം തീർത്തതിന് ശേഷം മാത്രമേ എന്നെ അകത്തേക്ക് വിളിക്കുള്ളൂ. അപ്പോൾ അതേ അകത്ത് ഓൾറെഡി സ്റ്റുഡൻസ് ഒക്കെ ഓരോരോ പ്രാക്ടിക്കൽസ് ചെയ്യുമായിരുന്നു. കളറിങ്, കട്ടിങ്, അങ്ങനെയൊക്കെ ഓരോ പ്രാക്ടിക്കൽസ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓരോരുത്തരുടെയും വർക്ക് തീരുന്നവരെ ഞാൻ ഇങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നല്ല രസമാണ്, ഫുൾ ഓഫ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് നമുക്കിങ്ങനെ ഇരിക്കുമ്പോൾ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ടേൺ ആവുന്നവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ദേ എൻ്റെ ടേൺ വന്നു, എന്നെ അകത്തേക്ക് വിളിച്ചു. ഹെയറിന്റെ വിഷ്വൽ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ എന്നോട് ഓരോ ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഹെയറിൽ ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷമാണ് എന്ത് പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിരിക്കുന്ന ഒരു കളറിങ് ആൻഡ് കട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഹെയർ ഒക്കെ സെക്ഷൻ ചെയ്ത് രണ്ട് കുഞ്ഞു കുടുമിയൊക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ കെട്ടി ഒരു ചൈനീസ് റോളിനെ പോലെ എന്നെ അവിടെ ഇരുത്തിയിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ ചൂസ് ചെയ്തേക്കുന്ന കളർ വന്നിട്ട് ഒരു റെഡിഷ് പേർപ്പിൾ കളറാണ് കേട്ടോ. എൻ്റെ ഹെയർ ഓൾറെഡി ഹെന്ന കോട്ടഡ് ആയതുകൊണ്ട് തന്നെ കളർ വിസിബിലിറ്റി കുറവാവാൻ സാധ്യതയുണ്ടെന്ന് എന്നോട് ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ എൻ്റെ ആഗ്രഹത്തിന് പുറത്ത് ഞാൻ ചെയ്യുകയാണ്. അങ്ങനെ ദേ പ്രോസസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ദേ പ്രീ ലൈറ്റനിങ് ചെയ്തു. ഒരു പ്രീ ലൈറ്റനിങ് ക്രീം അപ്ലൈ ചെയ്ത് ഹെയറിൽ ഫുള്ള് ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്തിരിക്കുകയാണ്. ഇനി ഒരു 40-45 മിനിറ്റ്സ് വെച്ചിരിക്കണം അത് നല്ലപോലെ പ്രീ ലൈറ്റൻ ആവാനായിട്ട്. അപ്പോഴേക്കും ഏതാണ്ട് ഉച്ചയ്ക്ക് ഒരു 3:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രീതിക്ക് വിശന്നു. അപ്പം ഞാൻ ദേ ഒരു സാൻഡ്വിച്ചും ഒരു ഐസ് ടീയും ഓർഡർ ചെയ്തിട്ട് അത് കഴിച്ചു. ആ ഒരു പ്രീ ലൈറ്റനിങ് ആവുന്ന ടൈം, വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ഇരുന്നിട്ട് അത് കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഇതേ ഉള്ളിലേക്ക് വന്നു. ഒരു പ്രീ ലൈറ്റനിങ്ങിന്റെ ടൈമൊക്കെ ആയി. അപ്പോൾ അത് ഹെയറൊക്കെ വാഷ് ചെയ്തിട്ട് വന്ന് ഇതേ ഡ്രൈ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് എൻ്റെ ഹെയർ ഉള്ളത് എന്നുള്ളത് കാണാനായിട്ടൊരു ആകാംക്ഷയിലാണ് ഞാനും ഇരിക്കുന്നത്. അങ്ങനെ ഇതേ ഹെയറൊക്കെ ഒരു സെമി ഡ്രൈ ചെയ്തു. ഇപ്പൊ എൻ്റെ ഹെയറിന്റെ ആ ഒരു ഔട്ട്ലുക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടോ, ഒരു പെയിലസ്റ്റ് യെല്ലോയിലേക്ക് വന്നിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ലുക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. ബട്ട് ഞാൻ ആ ഒരു പർപ്പിൾ എന്നുള്ളത് മൈൻഡിൽ ഡിസൈഡ് ചെയ്തതുകൊണ്ട് നമുക്ക് അത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാന്ന് വിചാരിച്ചിട്ട് അത് തന്നെ ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ ദേ എൻ്റെ ആ ഒരു പ്രീ ലൈറ്റൻഡ് ഹെയറിലേക്ക് പർപ്പിൾ കളർ ആപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി എന്താവും ഫൈനൽ ലുക്ക് എന്നുള്ളത് നമുക്ക് ഹെയർ വാഷിന് ശേഷം കാണാം. അങ്ങനെ പേർപ്പിൾ കളർ ആപ്ലിക്കേഷന് ശേഷം ഒരു 20-25 മിനിറ്റ്സ് ഇരുന്നിട്ട് ദേ വീണ്ടും ഹെയർ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ എൻ്റെ ആ ഹെയറിൽ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നറിയില്ല. ഈ ഒരു മിററിൽ ത്രൂ കാണിക്കുന്നതുകൊണ്ട് അത്ര വിസിബിൾ അല്ല. ഒരു ലൈറ്റ് പേർപ്പിളും കൂടുതലായിട്ട് റെഡിഷ് ഷെയ്ഡാണ് കേട്ടോ അറിയുന്നത്. അവർ പറഞ്ഞതുപോലെ തന്നെ പേർപ്പിൾ അത്രത്തോളം വിസിബിൾ അല്ല. ബട്ട് സ്റ്റിൽ ഐ എം ഹാപ്പി. കാരണം ആദ്യമേ തന്നെ അവരെല്ലാം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് എനിക്ക് അത്രത്തോളം വിഷമം ഉണ്ടായില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല അത്രയും പർപ്പിൾ വരും എന്നുള്ളത് എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. സോ ഐ വാസ് നോട്ട് ഡിസപ്പോയിന്റഡ്. അങ്ങനെ പിന്നെ ഇതേ കളറിങ്ങിന് ശേഷം കട്ട് ചെയ്യാനായിട്ട് തുടങ്ങി കേട്ടോ. ഞാൻ ഒരു മിനിമൽ റൗണ്ട് ലെയേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. വിത്ത് ഫ്രണ്ടിൽ ഫേസ് ഫ്രെയിമിങ് ആ ഒരു ബാങ്ക്സ് പോലെ അല്ലെങ്കിൽ ഫ്രിഞ്ചസ് പോലെ വരുന്ന പോലെ കട്ട് ചെയ്യാനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇനി നമുക്ക് കട്ടിനും ബ്ലോ ഡ്രൈക്കും ശേഷമുള്ള ഹെയറിന്റെ റിസൾട്ട്സ് ഒന്ന് കണ്ടാലോ. അപ്പൊ ദേ ഇതാണ് കേട്ടോ ആ ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. ആ ഒരു കളർ പേ ഓഫും അതുപോലെ ആ കട്ടും എനിക്ക് രണ്ടും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കളറിങ് ആൻഡ് കട്ട് എന്ന് പറയുമ്പോൾ എന്താ അറിയില്ല, എനിക്ക് എന്റെ ഫേസിന് ഭയങ്കരമായിട്ട് സ്യൂട്ട് ആവുന്ന രീതിയിലാണ് കേട്ടോ എനിക്ക് ഹെയർ കട്ട് ചെയ്തതും ആ കളറും എനിക്ക് ഭയങ്കര കോംപ്ലിമെന്റിങ് ആയിട്ട് തോന്നി. അതിന്റെ ഫ്രണ്ട് വ്യൂ ഞാൻ ഒന്ന് കാണിക്കാം നിങ്ങളെ. നിങ്ങൾക്ക് എന്റെ ഫേസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്റെ ആ ഒരു സന്തോഷം. ഞാൻ എക്സ്പെക്ട് ചെയ്തതിലും ഭയങ്കര ഭയങ്കര ഫാർ 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 ബെറ്റർ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. എനിക്കത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വ്യൂ എന്റെ കട്ടും കളറും ഒക്കെ കണ്ടിട്ട് എങ്ങനെയുണ്ട്, എനിക്ക് ചേരുന്നുണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് നോക്കുക കേട്ടോ. അത് ഈ കുട്ടിയാണ് കേട്ടോ എനിക്ക് മെയിൻ ആയിട്ട് കട്ടും കളറും ചെയ്തു തന്നെ അവിടുത്തെ സ്റ്റുഡന്റ് ആണ്. അപ്പോൾ എന്റെ ഈ മേക്ക് ഓവറിന്റെ ഫുൾ ക്രെഡിറ്റ് ഈ കുട്ടിക്കുള്ളതാണ്. ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ലുക്കാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു ഭയങ്കര വ്യത്യസ്തമായ ഒരു എന്നെ ഞാൻ തന്നെ കാണുമായിരുന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ.